ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ആ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകാൻ ഉപയോഗിച്ച 3 അവയവങ്ങൾ കറക്റ്റായി ഉപയോഗിക്കാത്തത് കൊണ്ട് അക്രമ രീതിയിലായി. അവകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൽപ്പിക്കപ്പെട്ട രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത രൂപത്തിൽ ഉപയോഗിച്ചാൽ അക്രമമായി. അതിനി തിരുത്തേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞത് സം അല്ലേ? സംഇന്റെ ളുൽമെന്താണെന്നറിയോ? ഇസ്തിമാലുഹു, ഞാൻ തഫ്സീർ തന്നെ വായിക്കാം. ഇസ്തിമാലുഹു ഫിസ്തിമാഇൽ ഗീബ, ഗീബത്ത് പറയാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വല്ലഗ്വി, അനാവശ്യം കേൾക്കാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വർറഫസി, അതേ സ്വകാര്യത പറയുന്ന സംഭാഷണം. അങ്ങനെയില്ലേ ഒരു സെക്സ് പറയുന്ന, സെക്സ് മണക്കുന്ന വർത്തമാനം, അത് കേൾക്കാൻ വേണ്ടി കാത് ഉപയോഗപ്പെടുത്തി. വൽബുഹ്താൻ, കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് പറയാൻ കാത് ഉപയോഗപ്പെടുത്തി. വൽ ഖദ്ഫി, വ്യഭിചാരാരോപണം കേൾക്കാൻ കാത് ഉപയോഗപ്പെടുത്തി. വൽ മലാഹി, വിനോദങ്ങൾ കേൾക്കാൻ, കളി കേൾക്കാൻ, സംഗീതങ്ങൾ കേൾക്കാൻ. വൽ ഫവാഹിഷി, അനാവശ്യങ്ങൾ കേൾക്കാനും കാത് ഉപയോഗപ്പെടുത്തിയെങ്കിൽ അത് കാതിനോട് ചെയ്യുന്ന അനീതിയാണ്, അക്രമമാണ്. എന്താണ് അതിന്റെ ശരിയായൊരു വശം? ഇസ്തിമാലുഹു, കാതിന് ഉപയോഗപ്പെടുത്തണം. ഫിസ്തിമാഇൽ ഖുർആൻ, ഖുർആൻ കേൾക്കാൻ വേണ്ടി കാതിന് ഉപയോഗപ്പെടുത്തണം. ഉമ്മമാരെ, ഓതാൻ കഴിയാത്ത ദിനങ്ങളിലും ഖുർആൻ കേൾക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഓരോ മാസവും സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത ടൈം വരും. ഖുർആനുമായി ഒരു ദിവസം പോലും ബന്ധം മുറിയാൻ ഒരു മുസ്ലിമിന് പറ്റൂല. ആണിനും പറ്റൂല, പെണ്ണിനും പറ്റൂല. അവർക്ക് 2 ശൈലി എപ്പോഴുണ്ട്. ഒന്ന് കേൾക്കാം, മറ്റൊന്ന് നോക്കാം. ഓതരുത്, നാവ് കൊണ്ട് ഓതരുത്. പക്ഷേ അതിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അത് മനസ്സിലൂടെ ഖുർആൻ എങ്ങനെ നടത്താം. ഇങ്ങനെ നോക്കിയാലും മനസ്സിലൂടെ ഒരു ഖുർആൻ ഇങ്ങനെ ഓട്ടം കിട്ടും. അത് മനസ്സിലൂടെ നടത്താം. നാവ് കണ്ട് മൊഴിയരുത്, മൊഴിയൽ ഹറാമായ സന്ദർഭമാണ്. ഹൈലിന്റെയും നിഫാസിന്റെയും